ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായി. നേതാക്കളെ പോലീസ് വളഞ്ഞിട്ട് തല്ലി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റു. രഘുനാഥ് നാരായണൻ ഒപ്പമുണ്ട്. രഘു, ഇപ്പോഴും മാർച്ച് നടക്കുന്നുണ്ടോ? സംഘർഷഭരിതമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ടോ? പരിക്കേറ്റവരെ ആശുപത്രികളിലേക്കൊക്കെ മാറ്റിയോ? സംഘർഷ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാവുന്നത് പോലെ തന്നെ കാര്യമായി തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലീസിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ട്. കുറെ പ്രവർത്തകരെ അടുത്തുള്ള ജില്ലാ ആശുപത്രിയിലും മറ്റും മാറ്റിയിട്ടുണ്ട്. ഇതിന് ബാക്കി അല്ലെങ്കിൽ വീണ്ടും അവിടെയുള്ള പ്രവർത്തകർ ദേശീയപാത ഉപരോധിക്കാൻ വേണ്ടി പോവുകയാണ്. മുൻപും സമാനമായ രീതിയിൽ ദേശീയപാത ഉപരോധിച്ചിരുന്നു. സ്വാഭാവികമായി തന്നെ ദേശീയപാത ഉപരോധിക്കുമ്പോൾ വീണ്ടും പോലീസിന് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ നീക്കേണ്ടി വരും. ബലം പ്രയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ബലം പ്രയോഗിക്കും. അപ്പോൾ വീണ്ടും അവിടെ ഒരു സംഘർഷത്തിനുള്ള സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് 12:00 കൂടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ടൗൺ ഹാളിൽ നിന്ന് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് രമ്യ ഹരിദാസ് MP ആണ് ഉദ്ഘാടനം ചെയ്തത്. രമ്യ ഹരിദാസ് പോയതിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് തള്ളി മറിക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ സമയം ആദ്യത്തെ തവണ 3 തവണയാണ് മൊത്തവും ജലപീരങ്കി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് പ്രയോഗിച്ചത്. എന്നിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോയില്ല. പിന്നാലെ ആ ബാരിക്കേഡ്, സാധാരണ നിലയിൽ നമുക്കറിയാം ബാരിക്കേഡ് കെട്ടുന്നത് കയർ ഉപയോഗിച്ചുകൊണ്ടാണ്. ആ കയർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കത്തി ഉപയോഗിച്ച് മുറിച്ച് ബാരിക്കേഡ് തള്ളി മറിച്ചിട്ടു. തുടർന്നാണ് പോലീസ് ലാത്തി വീശിയത്. അതിക്രൂരമായി തന്നെ ലാത്തി വീശി. കാര്യമായി തന്നെ പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചിട്ടുണ്ട്. നിരവധി പ്രവർത്തകർക്ക് തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കേറ്റവരെ പോലീസ് വാഹനത്തിലും മറ്റും അടുത്തുള്ള ജനറൽ ആശുപത്രി വളരെ അടുത്താണ്, അവിടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനുശേഷം പ്രവർത്തകർ അവിടെ ദേശീയപാത ഉപരോധിക്കാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദേശീയപാത ഇപ്പോൾ അവിടെ ബൈപ്പാസ് വന്നതുകൊണ്ട് ദേശീയപാതയിലൂടെ കാര്യമായ വാഹനങ്ങളൊന്നും പോകില്ല. പക്ഷേ ദേശീയപാത ഉപരോധിക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ പോലീസ് അവിടെ നിന്ന് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കാനുള്ളൊരു ശ്രമം നടത്തും. ആ ബലം പ്രയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരിച്ചും ബലം പ്രയോഗിക്കും. അപ്പോൾ വീണ്ടും ഉള്ളൊരു സംഘർഷത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നു. ശരി രഘു. വണ്ടി